testing. Friends, we will use a drone boat. This is an air boat. We will use a motor and a drone. We cut it. CAD drone is cut it. The transmitter is cut it. That's why we cut it. So, this is a cheap drone. CAD is cheap. So, we have a motor and a drone. So, drone control it. Now, we will use this boat in the video. Friends, we work with a thermocol boat in the shape like a orange layer. We have a boat in the size sensor. We have a cut a boat in the shape like a boat correct move speed correct and cut boat in the shape we thermocol cutter waste and cut it correct sandpaper waste nice smooth back drone motor fit ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർക്ക് ഷീറ്റ് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 4 ചെറിയ പീസുകൾ ഉപയോഗിച്ചിട്ട് ഇതൊരു 1 mm സ്ക്വയറുകളാണ്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുത്തു. അതിൻ്റെ മുകളിലൊരു പീസും കൊണ്ട് വെച്ചിട്ട് ഇതിൻ്റെ പിന്നിൽ ഇതിനുകൊണ്ട് ഹൈറ്റിലുള്ള ഒരു ഇത് വയ്ക്കുക. പീസുകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് പണിതു. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ചെയ്ത രീതിയിലല്ല ഇത് സെറ്റ് ചെയ്യുന്നത്. അതൊന്നുമില്ല, അതേ നമ്മൾ ഉണ്ടാക്കിയെടുത്ത അതേ സ്ട്രക്ചർ തന്നെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ മോട്ടറുകളിൽ നിന്നുള്ള പവർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ 4 മോട്ടർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതാണ് നമ്മുടെ ട്രാൻസ്മിറ്റർ. അതിലൊരു 4 ബാറ്ററി വെക്കാനായിട്ടുള്ള ഹോൾഡർ ഒരു സ്വിച്ച് വഴി നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇത് നമ്മുടെ ഒരു കാറിൻ്റെ ട്രാൻസ്മിറ്ററാണ്. അതിന് നമ്മളൊരു ഇച്ചിരി റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആൻറ്റിന ഒന്ന് മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ വെച്ചൊരു കോപ്പറിൻ്റെ കമ്പി ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത ആൻറ്റിനയാണ്. പിന്നെ നമ്മളതിൽ ഫോർവേഡ് ബാക്ക്വേർഡ് എന്ന് പറഞ്ഞ പിന്നുകളിലേക്കും ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ പിന്നുകളിലേക്കും ഓരോ സൈഡിലത്തെ 2 മോട്ടറുകൾ വീതം പാരലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു സൈഡിലത്തെ മോട്ടറിനെയും അപ്പുറത്തെ സൈഡിലത്തെ മോട്ടറിനെയും ഇൻഡിവിജ്വലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളതിൻ്റെ ടേണിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്കൊരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ വയറുകളൊക്കെ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ടെസ്റ്റിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം സ്ഥലത്ത് പോയായിരുന്നു, പക്ഷെ അവിടെ നമുക്ക് ഓടിക്കാൻ പറ്റിയില്ല. കാരണം അവിടെ നല്ല കാറ്റായിരുന്നു. അപ്പോൾ തെർമോക്കോളിൻ്റെ പൊട്ടായതുകൊണ്ട് കാറ്റത്ത് നിന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് കാറ്റ് കുറഞ്ഞ ഒരു ഏരിയയിലേക്ക് നോക്കുകയാണ്. ബോട്ട് നല്ല അടിപൊളിയായിട്ട് നീങ്ങുന്നുണ്ട്. യൂ ടേൺ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് വിചാരിച്ച നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്കിത് നല്ല രീതിക്ക് ടേണിങ്ങും സ്പീഡൊക്കെ നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട്. കൺട്രോളിങ്ങൊന്നും വലിയ ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയില്ല. അപ്പോൾ എല്ലാവർക്കും വളരെ ഈസിയായിട്ട് ട്രൈ ചെയ്യാവുന്നൊരു നല്ലൊരു പ്രൊജക്റ്റാണ്. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go.
വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്ത ബോട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒന്നാണ്. ഞങ്ങൾ മുമ്പൊരു ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ചെറിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കിയേക്കണേ. ഇതിലും നല്ല മികച്ച വീഡിയോകളുമായി ഞങ്ങൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൻ്റെ 3ാം ചലന നിയമമാണ്. അതായത് എവരി ആക്ഷൻ ആസ് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, അതാണ് അതിൽ പറയുന്നത്. അതായത് നമ്മൾ ഈ കാറ്റ് ആ പ്രൊപ്പല്ലേഴ്സും മോട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നിലേക്ക് നല്ല ശക്തിയിൽ തള്ളുമ്പോൾ നമുക്ക് അവിടുന്ന് ഒരു റിയാക്ഷൻ ഫോഴ്സ് കിട്ടും. അത് ഉപയോഗിച്ചിട്ടാണ് ഇത് മുമ്പോട്ട് നീങ്ങുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും വീഡിയോ എടുത്ത് കമന്റ് ചെയ്യുക. ഇതേമാതിരിയുള്ള പുതുപുത്തൻ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലെ ഒരു പുതുപുത്തൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.